പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നടക്കുന്ന ചർച്ചകളിലെ ഒരു പ്രധാന വിവാദ കഥാപാത്രം ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ADGP ശ്രീമാൻ MR അജിത് കുമാറാണല്ലോ. അയാൾ നടത്തിയ അധോലോക പ്രവർത്തനങ്ങൾ ഇന്ന് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിലമ്പൂർ MLA PV അൻവറാണ് അയാൾക്കെതിരായിട്ടുള്ള വിവരങ്ങളെല്ലാം ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അയാളെ ADGP ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് നിന്ന് മാറ്റും എന്നുള്ള വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ ഒരനക്കവും സംഭവിക്കാതെ അയാൾ ആ ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് തുടരുകയാണ്. എന്തായാലും ഈ വിവാദങ്ങളുടെ എല്ലാം നായക സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കഥാപാത്രം ADGP MR അജിത് കുമാറാണ്. സുഹൃത്തുക്കളെ, ഈ MR അജിത് കുമാറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ പേര് എനിക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ആ വ്യക്തിയെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ആ വ്യക്തിയുടെ പേര് ശ്രീമതി സ്വപ്ന സുരേഷ് എന്നാണ്. നമ്മൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മാസങ്ങളോളം നിരന്തരം ചർച്ച ചെയ്ത ഒരു പേരാണ് സ്വപ്ന സുരേഷ്. യഥാർത്ഥത്തിൽ അവരുടെ പേര് ചർച്ച ചെയ്യാൻ തുടങ്ങിയത് 2020 മുതലാണ്. അന്ന് കോവിഡ് കാലഘട്ടമായിരുന്നു. ആ കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ ഇടയിലേക്കൊക്കെ ചർച്ചാ വിഷയമായി പൊട്ടിവീണ ഒരു പേരാണ് സ്വപ്ന സുരേഷ്. അത് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു പേരായിരുന്നു. ആ പേര് നമ്മൾ എത്രയോ തവണ നമ്മൾ ചർച്ച ചെയ്തു. ആദ്യം സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ വാർത്ത പൊട്ടിവീണ സമയത്ത് ഏറ്റവും വലിയൊരു ഭീകര ജീവിയായിരുന്നു സ്വപ്ന സുരേഷ്. സ്വർണ്ണക്കള്ളക്കടത്തിൽ നമ്മൾ ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേര്, പ്രതിസ്ഥാനത്ത് നിർത്തിയിരുന്ന ഒരു പേരായിരുന്നു സ്വപ്ന സുരേഷ്. അവർ കീഴടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളെക്കുറിച്ചിട്ട് നമുക്കറിയാം. അവരന്ന് 24 ന്യൂസിലോ മറ്റായിരുന്നു തോന്നുന്നു ആദ്യം ഒരു ഓഡിയോ അവർ പുറത്തു കൊടുത്തു. അന്ന് അവർ ഏറ്റവും വലിയൊരു ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് ക്യാരക്ടറായിരുന്നു. അതിനുശേഷം പാലത്തിനടിയിൽ കൂടി ഒരുപാട് വെള്ളം ഒഴുകി ചർച്ചകളൊക്കെ പിന്നീട് മാറി വന്നു. പിന്നീട് ഒരു ഘട്ടമായപ്പോഴേക്കും അവർ ഒരു പുസ്തകം ചതിയുടെ പത്മവ്യൂഹം എന്ന് പറഞ്ഞൊരു പുസ്തകം അവർ പ്രസിദ്ധീകരിച്ചു. നമ്മൾ അന്നേരം അവരെക്കുറിച്ച് ചർച്ച ചെയ്തു. അവരതിന് ശേഷം ഒരുപാട് തവണ വെളിപ്പെടുത്തലുകളുമായി നമ്മുടെ ഇടയിൽ ജീവിച്ചു. ഇന്നിപ്പോൾ കുറച്ച് മാസങ്ങളായി നമ്മൾ അവരെക്കുറിച്ചിട്ടൊന്നും കേൾക്കുന്നില്ല. പക്ഷേ MR അജിത് കുമാറിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്ന സ്വപ്ന സുരേഷിനെ നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയുമോ സുഹൃത്തുക്കളെ? സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ വനിത ശരിയാണെന്ന്, അവർ പറയുന്ന കാര്യങ്ങൾ ശരിയും വസ്തുനിഷ്ഠവുമായിരുന്നുവെന്ന് നമ്മൾ നിരന്തരം ഇപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ സുഹൃത്തുക്കളെ? അവരാദ്യം വെളിപ്പെടുത്തൽ നടത്തിയത് ആരെക്കുറിച്ചിട്ടായിരുന്നു? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചിട്ടായിരുന്നു. ആ വെളിപ്പെടുത്തൽ നടത്തിയ സമയത്ത് അവർക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നു. പക്ഷേ അവർ നടത്തിയ വെളിപ്പെടുത്തലിൻ്റെ ഭാഗമായി അവർ പറഞ്ഞ കാര്യങ്ങൾ അണുവിട വ്യത്യാസമില്ലാതെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ പിന്നീട് കണ്ടു. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയനെതിരെ ഉയർന്നു വന്ന തെളിവുകൾ അത് കണ്ടപ്പോൾ നമ്മൾ ആദ്യം അവരെ വിശ്വസിച്ചു. നമ്മൾ ആദ്യമായി അവരെ വിശ്വസിച്ചു. അതിനുശേഷം അവർ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്കെതിരെ പറഞ്ഞു. അതൊക്കെ അവരുടെ പുസ്തകത്തിൽ പറഞ്ഞിരുന്നു. അന്നും അവർക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നു. പക്ഷേ ആ വിമർശനങ്ങൾ ഉയർന്നു വന്നെങ്കിലും അവർ മുഖ്യമന്ത്രിയുടെ ഭാര്യയെക്കുറിച്ചും മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ചുമെല്ലാം പറഞ്ഞത് ശരിയായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞില്ലേ സുഹൃത്തുക്കളെ? അവർ പുസ്തകത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞു. ഷാർജ രാജാവ് ഇവിടെ വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാര്യ പെരുമാറിയത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു. എത്ര സ്വർണം വേണമെങ്കിലും ഷാർജ ഷെയ്ഖിൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു എന്ന് പുസ്തകത്തിൽ അവർ എഴുതി വച്ചിരുന്നു. അന്ന് നമ്മൾ വിശ്വസിച്ചില്ല. പക്ഷേ പിന്നീട് വന്ന തെളിവുകൾ അതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കാൻ നമ്മളെ നിർബന്ധിതരാക്കുകയില്ലായിരുന്നു. അവരുടെ ചതിയെന്ന് പറഞ്ഞ പത്മവ്യൂഹത്തിൽ അവരെഴുതി വച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദഗതി എന്തായിരുന്നു? പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതി കഥകളുടെ എല്ലാം പ്രഭവ കേന്ദ്രങ്ങളിലൊന്ന് മുഖ്യമന്ത്രിയുടെ മകളായിരുന്നു എന്ന് അവർ പറഞ്ഞത് നമുക്ക് ഓർമ്മയില്ല സുഹൃത്തുക്കൾ. അന്ന് നമ്മൾ അവരെ അവിശ്വസിച്ചു. അവർ പുസ്തകത്തിൽ എഴുതി വച്ചിരുന്നു മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനങ്ങളുടെ എല്ലാം പ്രഭവ കേന്ദ്രം മകളാണ്. മകളും ഭാര്യയും മുഖ്യമന്ത്രിയുടെ ഭാര്യയും CM രവീന്ദ്രനും ശിവശങ്കരനും ഒക്കെ വെച്ച് ബന്ധപ്പെട്ട് ക്ലിഫ് ഹൗസിൽ വെച്ച് നടക്കുന്ന ചർച്ചകളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അവരെ അവിശ്വസിച്ചു. എന്നാൽ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ
ഒരു വിധിന്യായം 2023 മധ്യത്തിലോ മറ്റോ പുറത്തു വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ച് സ്വപ്ന സുരേഷ് പറഞ്ഞ കാര്യങ്ങൾ ശരിയായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വന്നില്ലേ? അപ്പോൾ ആദ്യം പിണറായി വിജയനെക്കുറിച്ച് അവർ പറഞ്ഞപ്പോൾ നമ്മൾ അവരെ വിശ്വസിച്ചു. പക്ഷേ പിന്നീട് അത് പലതും ശരിയാണെന്ന് തെളിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഭാര്യയെക്കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ വിശ്വസിച്ചില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഭാര്യയെക്കുറിച്ച് അവർ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഇതുവരെ മറുപടി വന്നിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ കയ്യിൽ. മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ച് അവർ പറഞ്ഞപ്പോൾ അവരെ നമ്മൾ ആദ്യമോ വിശ്വസിച്ചു. പക്ഷേ പിന്നീട് ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവ് വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ പറഞ്ഞതെല്ലാം ശരിയാണെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോയി. മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഭാര്യയെയും മുഖ്യമന്ത്രിയുടെ മകൾക്കൊക്കെതിരെ എന്തുമാത്രം വെളിപ്പെടുത്തലുകൾ അവർ നടത്തി. ആ വെളിപ്പെടുത്തലുകൾക്കൊന്നും എതിരെ നിയമ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകാനുള്ള നട്ടല്, ആർജവം, തൻ്റെ ഇടം മുഖ്യമന്ത്രിക്കോ മകൾക്കോ ഭാര്യയ്ക്കോ ഉണ്ടായോ സുഹൃത്തുക്കളെ? അതിനുശേഷം CM രവീന്ദ്രനെ കുറിച്ച് അവർ പറഞ്ഞു. CM രവീന്ദ്രനെ കുറിച്ച് പറഞ്ഞപ്പോഴും ആദ്യം വിമർശനങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത് അവർ നിരന്തരമായി പറഞ്ഞിട്ടും അതിനെതിരെ ഒരു നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ CM രവീന്ദ്രന് കഴിഞ്ഞില്ല. അതിനുശേഷം അവർ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തി. അവർ ശ്രീരാമകൃഷ്ണനായിരുന്ന മുൻ സ്പീക്കറിനെ കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തി. അവർ തോമസ് ഐസക്കിനെ കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തി. വളരെ നാണം കെടുത്തുന്ന വെളിപ്പെടുത്തലുകളായിരുന്നു. അതിനെതിരെ ഒന്നും ഒരു വിമർശനവുമായി ഒരു കേസുമായി മുന്നോട്ട് പോകാൻ ഇവർക്കാർക്കും കഴിഞ്ഞില്ല. അപ്പോൾ സ്വപ്ന സുരേഷ് ദീർഘകാലമായി നടത്തിയിരുന്ന വെളിപ്പെടുത്തലുകൾ ഓരോന്നായി തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമല്ലേ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, നമുക്ക് ഓർമ്മയില്ലേ, ഏതാണ്ട് 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഷാജ് കിരൺ എന്ന് പറയുന്ന ഒരു ഇടനിലക്കാരനെ സ്വപ്ന സുരേഷിൻ്റെ മുന്നിലേക്ക് ഈ ADGP അജിത് കുമാർ പറഞ്ഞു വിട്ടിരുന്നത് നമുക്ക് ഓർമ്മയില്ലേ? അന്ന് അവർ ഈ ഷാജ് കിരണിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരാണ് ആദ്യമായി ADGP അജിത് കുമാറിനെതിരെ അവർ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. ആ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ ഓഡിയോ നമുക്ക് ഒന്ന് കേൾക്കാം. ADGP MR അജിത് കുമാർ എന്ന് പറഞ്ഞതുണ്ടോ? വിജിലൻസ് മേധാവിയാണോ? എനിക്കറിയില്ല ആരാണെന്ന്. പിന്നെ ADGP ലോ ആൻഡ് ഓർഡർ, ഇവര് രണ്ടുപേരുമാണ് മാറിയും തിരിഞ്ഞ് 56 പ്രാവശ്യം അദ്ദേഹത്തിന്റെ വാട്സാപ്പിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ലോ ആൻഡ് ഓർഡർ ADGP ആണ്. ഇവര് രണ്ടുപേരുമാണ്. ഐ ഡോണ്ട് നോ ദ നെയിംസ് ഓഫ് ADGPs because I am not connected to them. ഷാജ് കിരണിന്റെ എന്റെ മുന്നിൽ വെച്ചാണ് സംസാരിച്ചത്. മേളത്തെ ഓഫീസ് റൂമിൽ വെച്ചാണ് ഇന്നലെ മൊത്തം സംസാരിച്ചത്. ഓരോ കോള് വന്നു കഴിയുമ്പോൾ ഓരോ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ട് എന്നെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നു. നെഗോസിയേഷൻ ഇന്നലെ നടന്നു. ഇന്നലെ ഉച്ച മുതൽ വൈകുന്നേരം 7 മണി വരെ ഈ ഓഫീസിൽ വെച്ച് എന്നെ മാനസികമായി പീഡിപ്പിച്ച് ഞാൻ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ്. അതിന്റെ എല്ലാ ഭവിഷ്യത്തും ഞാൻ അനുഭവിക്കേണ്ടി വരും. ഇപ്പൊ പുള്ളിക്കാരൻ കണക്റ്റഡ് ആണ്. പുള്ളിക്കാരൻ ഇതിന്റെ മീഡിയേറ്റർ ആണ്. പുള്ളിക്കാരൻ 1-ാം നമ്പറിനെ കാണാൻ പോവാണ്. 1-ാം നമ്പർ വളരെ ദേഷ്യത്തിലാണ്. ഈ 1-ാം നമ്പർ ആരാണെന്നൊന്നും എന്നോട് ചോദിക്കരുത്. പ്ലീസ് ആസ്ക് ഷാജ് കിരൺ. ഈ ഓഡിയോയിലാണ് ആദ്യമായി ADGP അജിത് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രം ഒരു ദുരൂഹ കഥാപാത്രമാണെന്ന് നമുക്ക് ബോധ്യമാകുന്നത്. അന്ന് ഷാജ് കിരണിനെ സ്വപ്ന സുരേഷിന്റെ മുന്നിലേക്ക് പറഞ്ഞു വിട്ടത് ADGP അജിത് കുമാറായിരുന്നു. പിണറായി വിജയനെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ADGP അജിത് കുമാർ അന്ന് വിജിലൻസ് ഡയറക്ടറായിട്ടിരിക്കുമ്പോൾ ഷാജ് കിരൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇടനിലക്കാരനെ സ്വപ്ന സുരേഷിന്റെ മുന്നിലേക്ക് പറഞ്ഞു വിട്ടത്. അന്ന് സ്വപ്ന സുരേഷാണ് ആദ്യമായി ഈ ADGP അജിത് കുമാർ എന്ന് പറയുന്നത് ഒരു വിവാദ കഥാപാത്രമാണ് എന്ന് നമ്മളോട് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞത്. ആ ADGP അജിത് കുമാർ ഇപ്പോൾ വിവാദ കഥാപാത്രം മാത്രമല്ല, ഒരു അധോലോക നായകൻ കൂടിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരുപാട് വിവരങ്ങൾ ഇന്ന് സമൂഹത്തിൽ പുറത്തേക്ക് വരുമ്പോൾ ഈ സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ കഥാപാത്രം പറഞ്ഞതൊക്കെ ശരിയാണെന്ന് നമ്മൾ ഒന്നുകൂടി വിശ്വസിക്കുന്ന ഒരു നിലയിലേക്ക് വന്നിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്വപ്ന സുരേഷാണ് ശരി എന്ന്.